ചിരിക്കാതിരുന്നാൽ എന്തു സംഭവിക്കും? ചിരിച്ചാൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ചിരിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മളൊക്കെ ചിരിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ്. ചിരിച്ചിട്ടിപ്പോൾ എന്താ കാര്യം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചിരിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ ചിരിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ചിരിക്കാതിരുന്നാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ നോക്കണ്ടേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ചിരിക്കാതിരുന്നാൽ പ്രശ്നമുണ്ട്. ആ ചിരിക്കാതിരുന്നാൽ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞാലെങ്കിലും ചിരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്യുന്നത്. ചിരിക്കാതിരുന്നാൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലെങ്കിലും ചിരിക്കാൻ തുടങ്ങിയാൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ചിരിക്കാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്, ചിരിക്കാതിരുന്നാൽ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടും. അതായത് നമ്മളുടെ ഉള്ളിൽ ടെൻഷൻ വർദ്ധിക്കും. അത് വേണോ? വേണ്ടല്ലോ. ടെൻഷൻ ആരാണ് ആഗ്രഹിക്കുന്നതല്ലേ? അപ്പോൾ ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സ് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ചിരിക്കാതിരിക്കുന്നത് നന്നല്ല. ചിരിക്കുന്നത് തന്നെയാണ് സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാനുള്ള നല്ല വഴി. രണ്ടാമത്, ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം കുറയും. ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞു വരുന്നു. അത് ഹൃദയത്തിൻ്റെ ബലത്തിന് ക്ഷതം വരുത്തും എന്നുള്ളത് തന്നെയാണ് ചിരിക്കാതിരുന്നാലുള്ള മറ്റൊരു പ്രശ്നം. ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ബന്ധങ്ങൾ ഊഷ്മളമാകില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ചിരിക്കാത്ത ഭർത്താവ്, ചിരിക്കാത്ത ഭാര്യ, ചിരിക്കാത്ത പെണ്ണ്, ചിരിക്കാത്ത ചെക്കൻ, ചിരിക്കാത്ത ടീച്ചർ, ചിരിക്കാത്ത ഡോക്ടർ, ചിരിക്കാത്ത മന്ത്രി, അങ്ങനെ എത്ര പേരെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ ചിന്തിക്കാറുള്ളത്, ചിരിക്കാത്തവരെന്നുള്ളത്. അപ്പം അങ്ങനെ ചിരിക്കാത്തവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമോ? ഇല്ലല്ലോ. നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടെ പോയാലും, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അറിയുന്നവരിൽ തന്നെ നമ്മളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ അടുത്തേക്കല്ലേ പോകാൻ ഇഷ്ടപ്പെടുന്നത്. അതങ്ങനെയാണല്ലോ. നമ്മളെ നോക്കി ചിരിക്കുന്നവരുടെ അടുത്തേക്ക് പോകാനാണ് നമുക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ആകർഷണം ഉണ്ടാകും ആ വ്യക്തിയുമായിട്ട്. ഇതുപോലെ തന്നെയല്ലേ നമ്മളും ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്കൊരു ആകർഷണം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ നന്നാവണമെങ്കിൽ ചിരിക്കണം. ചിരിക്കാതിരുന്നാലോ വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാകില്ല. നമ്മളെപ്പറ്റിയും അവർ പറയും, ചിരിക്കാത്ത വ്യക്തി ഭയങ്കര സംഭവമാണ്, ഒരിക്കലും ചിരിക്കില്ല. അതുകൊണ്ട് ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ നന്നാവില്ല. നമ്മളൊക്കെ ബന്ധങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളടുത്തേക്ക് ധാരാളം പേര് നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവണം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം, നമ്മളിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിരിക്കുകയാണ് നല്ലത് കേട്ടോ.